എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആദ്യം നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്യുന്നു ഷെയറിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കണമെങ്കിൽ സിമ്പിൾ കാര്യം, നമ്മളിത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. നമ്മൾ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ പ്രീ ഓപ്പൺ പീരീഡ് ഉണ്ടല്ലോ, ആ പ്രീ ഓപ്പൺ പീരീഡ് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ഷെയറാണ് നമുക്ക് പ്ലസ്സിലുള്ളത്. അപ്പോൾ പ്ലസ്സിൽ വന്നിട്ടുള്ള ഷെയറുകളിലായിരിക്കും നമുക്ക് ചാൻസ് ഉള്ളത്. അപ്പം ആ ഷെയറുകൾ നമ്മൾ ഒന്നിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡർ നമ്മുടെ ഇഷ്ടത്തിന് സോർട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എവിടെയാണ് ഏതൊക്കെ ഷെയറാണ് പ്ലസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ പ്ലസ്സിൽ നിൽക്കുന്ന ഷെയറിൻ്റെ നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈ R1 R2 മനസ്സിലാക്കിയിട്ട് നമ്മൾ മാർക്കറ്റ് ട്രേഡിങ്ങിന് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇപ്പോൾ എല്ലാ ഷെയറും പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് പ്ലസ്സിലൊരു 4-5 ഷെയർ ആണെങ്കിൽ ആ 4-5 ഷെയറുകൾ മാത്രം എടുത്തിട്ട് നമ്മൾ വാച്ച് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത് എന്തായാലും നമ്മൾ നോക്കിയിരിക്കണം. ഈ R1 R2 റേഞ്ച്, ഈ R1 R2 റേഞ്ച്, പ്രീവിയസ് ഡേ ഹൈ, ഇത് മൂന്നും നമ്മൾ നോക്കിയിരിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ ഇച്ചിരി ദൂരെയായിരിക്കും. അപ്പം ഫസ്റ്റ് ചാൻസ് ഉള്ള ഈ റേഞ്ചുകളിലായിരിക്കും. അപ്പോൾ ഈ റേഞ്ചുകളിൽ വന്നിട്ട് ഒരു ഏറ്റവും നല്ലത് ഒരു 5% റേഞ്ചിൽ ഏത് ലെവലാണ് വരുന്നത് ആ ലെവലിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുള്ളിൽ 3% ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്ന രീതി ഉണ്ടല്ലോ, പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് ഇപ്പം ഇതിപ്പം ഈ ലക്നൗ എന്ന് പറയുന്ന ഒരു ഷെയർ, ഇത് ഈ 97, അപ്പോൾ 97 മുകളിൽ പോയിട്ട് ഈ 97 താഴോട്ട് വരുവാണെങ്കിലോ നമ്മൾ ഈ ഷെയർ പ്ലസ് ഈ കണ്ടു. 96.30 അതിൻ്റെ ക്ലോസ്. നാളെ ഒരു 98-99 ഓപ്പണിങ് പ്രീ ഓപ്പണിങ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഷെയർ വാച്ച് ചെയ്യണം. അതിപ്പോൾ അതിൽ R1 മുകളിൽ പോയിട്ടാണോ ഇറങ്ങുന്നത്, അതല്ല എങ്കിൽ ഈ 97 താഴോട്ടാണോ പോകുന്നതെന്ന് നോക്കണം. ഏത് ഇപ്പോൾ ഒരു 100 വരെ വന്നല്ലേ, 101 വരെ വന്നു, ഇതടിച്ചില്ല, അതിനുശേഷം ഈ 97 താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മളവിടെ എൻട്രി എടുക്കണം. ഈ സമയത്ത് വന്ന ഒരു 101 എന്നുള്ള ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അപ്പോൾ 101 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടു. നമ്മൾ 96 താഴെ എൻട്രി എടുത്തു, അല്ല 97 താഴോട്ട് എൻട്രി എടുത്തു. അത് 101 നോർമൽ അത്രയും ഗ്യാപ്പ് വരാൻ ചാൻസ് കുറവാണ്. എന്നാൽ അഥവാ വന്നിട്ട് അതിന് മുകളിൽ ട്രേഡായെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നോ നോക്കണം. അതല്ല എങ്കിൽ നേരെ കയറി പോകണമെങ്കിൽ ഈ ലെവൽ വന്നിട്ട് ഇറങ്ങുവാണോ നോക്കണം. അത് തിരിച്ച് ഈ ലെവലിൽ താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവിടെ തന്നെ എൻട്രി എടുക്കാം. അതല്ല ഇത് ഈ കറക്റ്റ് ഈ ലെവൽ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഈ ലെവലിൽ താഴെ ഇറങ്ങാൻ എന്തായാലും നമുക്ക് എടുക്കാം. അതല്ല 97 താഴെ പോകണമെങ്കിൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാൻ പറ്റും. നമ്മൾ ഈ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടാണ് പലർക്കും ഇത് വരുന്നത്. അതുപോലെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കറക്റ്റ് ഹൈയുടെ മുകളിൽ തന്നെ ആയിരിക്കണം. പിന്നെ ചില കേസിൽ നമുക്കിപ്പോൾ ഒത്തിരി ഹൈ റേഞ്ചിലാണ്. ഇപ്പം ഈ ഷെയർ തന്നെ ഇപ്പം ഇത് ഓൾറെഡി അത് 110 റേഞ്ച് വന്നു. 110 റേഞ്ച് വന്നിട്ട് അത് 100 രൂപ വന്നെന്ന് വെച്ചോ, 100 രൂപ വന്നു. എന്നിട്ട് തിരിച്ച് വീണ്ടും 102, 103 റേഞ്ചിലോട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് അതിനോട് ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ ഈ ലെവലിൻ്റെ മുകളിൽ കൊണ്ടുപോയി അതിൻ്റെ അടുത്ത ഏത് ലെവലാണുള്ളത് ആ ലെവലിൻ്റെ മുകളിലോട്ട് കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഇപ്പം 107.67 എന്നുള്ളെങ്കിൽ ഒരു 108.10 ട്രിഗർ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. എന്തായാലും നമ്മൾ ഫസ്റ്റിലെ പ്രീ ഓപ്പണിങ്ങിൽ നമ്മൾ പ്ലസ്സിലിരിക്കുന്ന ഷെയർ എടുക്കുക. അതിൻ്റെ ഈ ലെവലുകൾ മാർക്ക് ചെയ്തിട്ട് അത് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്താൽ മതി. പേപ്പറിൽ മാർക്ക് ചെയ്ത് നമുക്ക് നോക്കാം ഏത് ഷെയറാണ് വരുന്നത്. നമ്മൾ 3-4 ഷെയർ വാച്ച് ചെയ്താൽ മതി. അതിൽ നിന്ന് എന്തായാലും നമുക്ക് 2-3 എൻട്രി കിട്ടും, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വച്ചിരുന്ന ഷെയറുകളാണ് ഈ കാണുന്ന ഷെയറുകളെല്ലാം. ഇതിൽ നമുക്ക് ഈ ഗ്രീൻ പാനൽ എന്ന് പറയുന്ന ഷെയർ, ഇതിൻ്റെ ക്ലോസിങ്ങും പിന്നെ ആവറേജും തമ്മിൽ ഒരു 10 രൂപീസിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് മാർക്ക് ചെയ്യാൻ മറന്നുപോയിരുന്നു. പക്ഷേങ്കിൽ ഈ ഒരു ഷെയറിനകത്ത് നമുക്ക് ഈ ആവറേജിന് താഴെ വരുവാണെങ്കിൽ, ആവറേജിന് മുകളിൽ പോയിട്ട് താഴെ വരുവാണെങ്കിൽ ചാൻസ് എടുക്കാമായിരുന്നു. പക്ഷേങ്കിൽ ഇത് ആവറേജിന് മുകളിൽ പോയി അതിനുശേഷം ഈ 428.42 കട്ട് ചെയ്ത സമയത്ത് നമുക്ക് എൻട്രി എടുത്തായിരുന്നെങ്കിൽ ഒരു 425 റേഞ്ചിൽ ഒരു 3 രൂപ ചെറിയ പ്രോഫിറ്റാണ്. അന്ന് ക്ലോസിങ് ടൈമിൽ ഈ റേഞ്ചിൽ തന്നെ ക്ലോസ് ആയി. പക്ഷേങ്കിൽ ആ ഹൈ പിന്നെ അടിച്ചിട്ടില്ല. ഞാനത് കാണിച്ചു തരാം, ഗ്രാഫിൽ കാണിച്ചു തരാം. പിന്നെ വേറെ ഒരു 5-6 ഷെയർ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. 5-6 അതിൽ കൂടുതൽ ഷെയറുകൾ ചാൻസ് തന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ പറഞ്ഞ രീതി തന്നെ പോയ ഷെയറുകൾ ഒരു 6 ഷെയറുകളുണ്ട് നല്ല രീതിയിൽ പോയത്.
അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ആവറേജിൻ്റെ 428 ഗ്രീൻ പാനൽ എന്ന് പറയുന്ന ഷെയർ നോക്കാം. ഗ്രീൻ പാനൽ ഓപ്പണിങ്ങിൽ അത് രണ്ടാം ക്യാൻഡിൽ തന്നെ അത് ഇവിടെ 432 വരെ പോയി. നമ്മൾ ഈ 2840 എന്നുള്ള ഈ റേഞ്ചിൽ നമ്മളൊരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 28 ഈ റേഞ്ചിൽ എടുത്തായിരുന്നു നമുക്കത് 428 രൂപ വരെ ചാൻസ് വന്നായിരുന്നു. പിന്നെ വീണ്ടും അത് ആ റേഞ്ച് 428 റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ഈ ഹൈയുടെ മുകളിൽ പോകുന്നില്ല, കണ്ടില്ല. ഇവിടെ 30-85 ഒക്കെ വരെ വന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം പോകുന്ന സമയത്ത് 428-840 റേഞ്ചിൽ പോയി. ഇവിടുന്ന് എടുത്താലും നമുക്കത് 425 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇവിടെ വീണ്ടും കിട്ടുന്നുണ്ട് 25 റേഞ്ചിൽ. 3 പ്രാവശ്യം ഇതിനകത്ത് എൻട്രി എടുക്കാം. നമുക്ക് ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ഈ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക 433 എന്നുള്ള. നമ്മൾ 428 എടുത്താൽ 33 എന്നുള്ള ഒരു 5 രൂപയുടെ റിസ്ക് വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് നോർമൽ അത് അടിച്ചിട്ടില്ല. നല്ല രീതിയിൽ ആ ഫസ്റ്റ് 8 രൂപ തന്നു. പിന്നെ 2-3 പ്രാവശ്യം അതൊരു 3-4 രൂപ വെച്ച് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ലക്നൗ എന്ന് പറയുന്ന ഷെയർ, ലക്നൗ സ്പിൻഡെക്സ്, അത് ഫസ്റ്റ് ക്യാൻഡിൽ ഈ പ്രീവിയസ് ഡേ ഹൈ അടിക്കുന്നില്ല. അവിടുന്ന് നോക്കിയേ ഈ 9680 ഓപ്പൺ ആയിട്ടത് 88 വരെ വന്നു. 88 വരെ വന്നിട്ട് രണ്ടാം പ്രാവശ്യം അത് തിരിച്ചു വന്ന് ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ ടച്ച് ചെയ്ത് തിരിച്ച് ഇറങ്ങുന്ന കാണുമ്പോൾ അന്നേരം എൻട്രി എടുക്കുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ 1 രൂപ പോലും സ്റ്റോപ്പ് ലോസ് ഇല്ല. പിന്നെ പോയ പോക്കുണ്ട്. ഇവിടുന്ന് 96 വീണ്ടും തിരിച്ച് 85 വരെ വന്നു. 11 രൂപ ഇത്രയും ചെറിയ ഷെയറിനകത്ത്. അത് ഒറ്റ ക്യാൻഡിലാണ് ഇത് തരുന്നത്. നോക്കി, ഒരു ക്യാൻഡിൽ തന്നെ ഹൈയിൽ 92 തന്നെ 88, 4 രൂപ ഒരു ക്യാൻഡിലെ തന്നെ തരുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഭാഗ്യനഗർ എന്ന് പറയുന്ന ഷെയർ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ്. ഭാഗ്യനഗർ ഓപ്പണിങ്ങിൽ 1 സൈഡ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയി. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R1 താഴെ വന്നു. നമ്മളിവിടെ എൻട്രി എടുത്തു. 106, ഞാൻ 106.90 കണ്ടാണ് എടുത്തത്. 106.90 എടുത്തിട്ട് 104.75 കട്ട് ചെയ്ത് 600 ഷെയർ. അപ്പോൾ ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതാണ്, ഈ ഹൈയുടെ മുകളിൽ. അത് പിന്നെ ഒരു പ്രാവശ്യം പോലും അത് വന്നിട്ടില്ല. ഇവിടെ വന്നു 106.90 അടിച്ചാൽ അത് 102.30, ഏകദേശം 4 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും അത് ആവറേജ് ട്രേഡ് ആകുന്നുണ്ട്. 106 വരെ വരുന്നുണ്ട്. അതിൻ്റെ ആവറേജ് 105 സംതിങ്, അതിൻ്റെ ആവറേജിന് മുകളിലോട്ട് ട്രേഡ് ആകുന്നുണ്ട്. പക്ഷേ അവിടുന്ന് വീണ്ടും താഴെ പോകും. ആവറേജ് വന്ന് ട്രേഡ് എടുക്കുന്നവർക്ക് വീണ്ടും നല്ല പ്രോഫിറ്റാണ് അവിടെ. അതുപോലെ GSFC എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ്ങിൽ തന്നെ R1 പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. നമ്മൾ 246 റേഞ്ച് എൻട്രി എടുത്താൽ 239, ഏകദേശം 7 രൂപ റേഞ്ചിൽ പ്രോഫിറ്റ്. പിന്നെ ഒരു പ്രാവശ്യം പോലും അത് ഹൈയിൽ പോയിട്ടില്ല. പിന്നീട് അടുത്തത് ടെക്നോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഷെയർ. ടെക്നോ ഇലക്ട്രിക് ഓപ്പണിംഗ് ഫ്ലാറ്റായിട്ട് ഓപ്പണായി കുറച്ച് താഴെ, നമുക്കിവിടെ കണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും R1 പ്രീവിയസ് ഡേ ഹൈയും ഏകദേശം ഒരേ സ്ഥലത്താണ്. ഇത് ഓർഡർ കിട്ടുന്ന ഒരു ന്യൂസ് ഒന്ന് ഒറ്റ പോകാം മുകളിലോട്ട് അടിച്ച് ഒരു ഒറ്റ ക്യാൻഡിൽ അടിച്ച് കയറി 844 വരെ വന്നത്. നമ്മൾ ഈ 44 ഒന്നും എടുക്കത്തില്ല. നമ്മൾ ഒന്നിന് ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ വെയിറ്റ് ചെയ്യും അടുത്ത ലെവലിൽ പോകുന്നുണ്ടോ. പക്ഷേങ്കിൽ ഞാനെപ്പോഴും പറയാറുണ്ട്, പ്രീവിയസ് ഡേ ഹൈയും R1 ഏകദേശം ഒരേ സ്ഥലത്താണ്. ആ റേഞ്ചിൽ താഴോട്ടിറങ്ങിയാൽ ഹെവി ആയിട്ട് താഴെ പോകും. നോക്കി, അത് നേരെ ഒരു 3-ാം ക്യാൻഡിൽ തന്നെ അടിച്ച് താഴെ വന്നു. നമ്മളിവിടെ എൻട്രി എടുക്കും. ഞാൻ ഇവിടെ അല്ല എൻട്രി എടുത്തു. ഞാൻ 2221.90 അങ്ങനെ കണ്ടൊക്കെ എൻട്രി എടുത്തേ. 221.90 എടുത്തിട്ട് താഴെ കട്ട് ചെയ്തു. പിന്നെ വീണ്ടും തിരിച്ച് ആവറേജ് വന്നപ്പോൾ വീണ്ടും എൻട്രി ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഹൈ ആണല്ലോ എന്നൊക്കെ നോക്കിയിരിക്കും. പക്ഷേങ്കിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. പക്ഷേ നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ലോ അടിച്ചോ നമ്മൾ എൻട്രി എടുത്തു. ഞാൻ നോർമൽ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പുതിയ ആൾക്കാർക്കൊക്കെയാണെങ്കിൽ പേടി വരും. അപ്പോൾ
അവരോട് പറയും ഇതിൻ്റെ ഇടയിലൊന്നും സ്റ്റോപ്പ് ലോസ് ഇടാൻ പറയില്ല. അടുത്ത ഇവിടെ കാണാൻ ഒരു ലെവലുണ്ടെങ്കിൽ ആ ലെവലിന് മുകളിൽ ഇടാൻ പറയും. ഇതിവിടുന്ന് 820 ഇത് 2 ലെവലും കട്ട് ചെയ്തു. 6 കട്ട് ചെയ്തു. പ്രീവിയസ് ഡേ അടുത്തടുത്ത് പെട്ടെന്നല്ലേ കട്ട് ചെയ്ത്. പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ ഇവിടെ വരെ വന്നു 790, ഏകദേശം 34 രൂപ പ്രോഫിറ്റ്. എത്ര ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ആ ഷെയർ കൊടുത്തു. പിന്നീട് അടുത്തത് സുല വൈൻസ് എന്ന് പറയുന്നൊരു ഷെയർ, സുല വൈൻ യാർഡ്സ്. ഓപ്പണിങ്ങിലെ അത് താഴെ ഫ്ലാറ്റായിട്ട് ഓപ്പണിങ് കയറി വന്നു. ഇത് രണ്ടും അടുത്തടുത്താണ്. പക്ഷേങ്കിൽ ഇത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ഇതിന് മുകളിൽ പോയിട്ട് ഇതിന് താഴെ ഇറങ്ങുമ്പോഴും എൻട്രി എടുക്കാൻ പറ്റും, ഇതിന് താഴെ ഇറങ്ങുമ്പോഴും എൻട്രി എടുക്കാൻ പറ്റും. ഇതിപ്പം ഇതിന് മുകളിൽ പോയില്ല. ഇവിടുന്ന് ഒരു എൻട്രി എടുത്തത് 511.80 റേഞ്ചിലൊക്കെ എടുത്താൽ നോക്കി 495, ഏകദേശം 16 രൂപ പ്രോഫിറ്റ്. പിന്നെ അത് കയറിയിട്ടുണ്ടോ നോക്കി. ഈ പറയുന്ന ഷെയറുകളൊന്നും കയറിയിട്ടില്ല. അടുത്തത് സോണാകോം എന്ന് പറയുന്ന ഷെയർ. സോണാകോം ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 കട്ട് ചെയ്ത് പോയി. R2 പോയില്ല. നമ്മളിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുക. ഹൈലി സ്റ്റോപ്പ് ചെയ്തത് ഇവിടെ എൻട്രി എടുത്ത് ഒരു 642 സംതിങ് 43-40 കണ്ട അതിൻ്റെ ലെവല്. ഇതിവിടെ നോക്കിയാൽ മതി. 43 അല്ല, ഇവിടെ CPR ഇവിടെ 43.10 43.10 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. അതായത് അത് 10 രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ അത് ആവറേജ് വരും, തിരിച്ച് താഴെ വരും. പക്ഷേ ഇത് ലാസ്റ്റ് ടൈമിൽ കയറിപ്പോയി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ താഴെ നിന്നിട്ട് കയറി പോകുന്ന ഷെയർ പിറ്റേ ദിവസം അടുത്ത ദിവസം ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ, അതല്ലെങ്കിൽ അന്നത്തെ ഇത് എന്താണ് പറയുന്നത് R1 ഈ റേഞ്ചിന് അടുത്ത് തന്നെയായിരിക്കും. അവിടെ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ഹെവി ആയിട്ട് താഴെ പോയി ഷെയർ ആ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ. അപ്പോൾ ഇത്രയും ഷെയറുകളായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് നല്ല ചാൻസ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നീട് ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. നാളത്തേന് ഇതാണ് ഷെയറുകൾ. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി റേഞ്ചുകളാണ്. അതിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ട് ഇതൊക്കെയാണ്. 23 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ 4 ഷെയർ ആവറേജിന് മുകളിലോ ട്രേഡായിട്ട് തിരിച്ചിറങ്ങി ഈ ആവറേജിന് താഴെ പോയെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അവിടെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓൾറെഡി വീക്കായി ഷെയർ. തിരിച്ച് പിറ്റേ ദിവസം ഈ ആവറേജിന് താഴെ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അതുപോലെ നമ്മൾ ഈ വേറെ ഷെയറുകളും ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ ആവറേജിന് താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ അത് ഓരോരുത്തരുടെയും ഇതുപോലിരിക്കും, എന്താണ് പറയുന്നത്, യുക്തി പോലിരിക്കും. നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ആൾക്കാർ അധികമൊന്നും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇതിനകത്ത് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഇറങ്ങുന്ന ഷെയറിനകത്തോ R1 R2 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുന്ന ഷെയറിനകത്തോ ഒക്കെ നമുക്ക് ചാൻസ് എടുക്കാം. അടുത്ത ദിവസം ഈ ബംഗ എന്ന് പറയുന്ന ഷെയർ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ASM ലിസ്റ്റ് വരും. ഇന്ന് ASM ലിസ്റ്റിലില്ല, അത് അടുത്ത ദിവസം ASM ലിസ്റ്റ് വരും. ASM ലിസ്റ്റ് വന്നിട്ട് ഹൈയിലാണ് ഓപ്പണിങ് വന്ന് തിരിച്ചിറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഈ ഷെയർ. അതുപോലെ സൂര്യ റോഷിനിയൊക്കെ 822 അതിൻ്റെ R1. ഈ റേഞ്ച് വന്നിറങ്ങുവാണെങ്കിൽ നല്ലത്. അതല്ല 800 റേഞ്ച് വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. അപ്പോൾ ആ സമയത്ത് വരുന്നൊരു ഹൈലി സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നാൽ മതി. റെയിൽടെല്ലും ഈ റേഞ്ച് R1 റേഞ്ച് പ്രതീക്ഷിക്കാം അടുത്ത ദിവസം. പിന്നീട് ബാക്കിയുള്ള ഷെയറുകളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സ്പന്ദനമൊക്കെ സൂക്ഷിക്കണം. സ്പന്ദന ഇന്നും ആൾക്കാർക്ക് പിടിതരാത്ത മുമ്പ്, ഷോർട്ട് സെല് ചെയ്യുന്നവർക്ക് പിടിതരാത്ത മുമ്പ്. അത് പക്ഷേ നമുക്കത് ട്രേഡിങ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓരോ 5 മിനിറ്റ് 10 മിനിറ്റിലും 1 രൂപ മുകളിലോട്ട് പോയി ഹൈ അടിച്ചിട്ട് 1.5 രൂപ മുകളിലോട്ട് അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഒരു 5 രൂപ താഴെ ഇറങ്ങും. വീണ്ടും തിരിച്ച് പോയി 1 രൂപ 2 രൂപയുടെ മുകളിൽ ഹൈ അടിക്കും, വീണ്ടും തിരിച്ച് താഴെ ഇറങ്ങും. അങ്ങനെയുള്ള ഷെയറിനകത്ത് നമ്മൾ കഴിവ് ഒഴിവാക്കും. 1-2 പ്രാവശ്യം എൻട്രി ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് ചാൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അന്നേരം മാറുക. വേറെ നമുക്ക് നല്ലപോലെ ഷെയറുകളുണ്ടല്ലോ, അതിൽ നമുക്ക് നല്ല ചാൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളത്തെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ട്രേഡിംഗ് ഡേയിൽ നമുക്ക്
സാധ്യതയുള്ള ഷെയറുകൾ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്കും തിരഞ്ഞെടുക്കാം. ഞാൻ പറയുന്ന പോലെ ഷെയർ നല്ല വോളിയത്തിൽ നല്ല പെർസെൻറ്റേജ് കയറിയ വേറെ ഷെയറുകളും കാണും. അപ്പോൾ ആ ഷെയറുകളൊക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നാളെ മൺഡേയിൽ എല്ലാവർക്കും നല്ല ഒരു പ്രോഫിറ്റ്, പുതിയ വർഷത്തിൻ്റെ തുടക്കത്തിൽ നല്ല പ്രോഫിറ്റിൽ വെളി വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.